പുതപ്പണിഞ്ഞ ഹരിത മനോഹരിയാണ് വയനാട്. പ്രകൃതി രമണീയത കൊണ്ടും വനവിഭവങ്ങളുടെ സമ്പന്നത കൊണ്ടും അനുഗ്രഹീതയായ കേരളത്തിന്റെ മലയോര ജില്ല. കാടിന്റെ വന്യതയിലേക്ക് വളഞ്ഞു പുളഞ്ഞു കയറിയിറങ്ങി പോകുന്ന വഴികളും കാട്ടരുവികളും വഴിനീള അതിഥികളെ സ്വാഗതം ചെയ്ത് രസിപ്പിക്കുന്ന വാനര സംഘങ്ങളും ചിന്നംവേലിയുടെ ആരവത്തിൽ ഭീതി ജനിപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്ന ഒറ്റയാനും സംസ്കാരത്തെ മുറുകെ പിടിച്ച ആദിവാസി ഊരുകളും. ഇങ്ങനെ ആസ്വാദ്യതയുടെ വ്യത്യസ്ത തലങ്ങളാണ് വയനാട് നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ചരിത്രത്തിന്റെ ബലമുള്ള ഒരു കെട്ടുകഥയാണ് ആൽമരത്തിൽ ചങ്ങലപ്പൂട്ടിൽ ബന്ധിച്ചിരിക്കുന്ന കരിന്തണ്ടന്റെ പകയടങ്ങാത്ത ആത്മാവും ഇതിന് കാവലിരിക്കുന്ന ചാത്തനും. പറഞ്ഞു പഴകിയ ഒരു കഥയ്ക്കപ്പുറം ഒരു സമൂഹത്തിന്റെ വിശ്വാസം കൂടിയാണിത്. വിദേശികൾക്ക് വഴിതെളിച്ച് ഒടുവിൽ അവരാൽ തന്നെ കൊല ചെയ്യപ്പെട്ട, ചരിത്രത്തിൽ രക്തസാക്ഷികളുടെ പട്ടികയിൽ പോലും ഇടമില്ലാതെ പോയ കരിന്തണ്ടന്റെ കഥ ഇങ്ങനെയാണ്. കരിന്തണ്ടൻ എന്ന് പറയുന്നത് ഒരു ആദിവാസി ഗോത്രസഭയ്ക്ക് എപ്പോഴും ഒരു രാജാവ് ഒരു അവകാശി ഉണ്ടാവും, മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ അവകാശിയാണ് ആര്? കരിന്തണ്ടൻ. അദ്ദേഹമാണ് ഈ സാഹിബ്മാർക്ക് വഴി കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഈ വഴി വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളെ വെടിവെച്ച് കൊന്നു. മധ്യമകർമ്മത്തിൽ ഇവിടെ അവർ ചെയ്തിരുന്ന, അവർ ആരാധിച്ചു വരുന്ന ദൈവങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് അയാളുടെ ഇത് ഇവിടെയാണ്, ഇതിവിടെ ആ കാണുന്നത് കരിന്തണ്ടൻ എന്ന് വെച്ചിട്ടില്ലേ, അവിടെ അതാണ് അയാളെ ശവക്കല്ലറയാണത്, ആ കരിന്തണ്ടൻ എഴുതിയത്. അപ്പം ഈ രണ്ട് തറകൾ ഇവിടെ മുനീശ്വരൻ, ഇതാണ് ഫസ്റ്റിൽ. ഈ മുനീശ്വരൻ എന്ന് പറയുന്ന ദൈവം ഇതുവരെയാണ് ഇവർ ആരാധിച്ചിരുന്നത്, മുനീശ്വരൻ. അപ്പോൾ ഇവിടെ ഇപ്പുറത്തെ കുട്ടിച്ചാത്തനെ പ്രതിഷ്ഠിച്ചതാണ് ഇതിൻ്റെ. അപ്പോൾ ഈ മുനീശ്വരനെ ആരാധിച്ചിരിക്കുന്ന ഇവിടെ ശവം കൊണ്ടുവച്ചപ്പോൾ ഈ മുനീശ്വരൻ്റെ എന്താ പറയുക, മുനീശ്വരൻ്റെ ശക്തിയും ഈ കരിന്തണ്ടൻ്റെ പ്രേതം രണ്ടും കൂടി കൂടിയിട്ട് ഉഗ്ര ശക്തിയായിട്ട് മാറി. ഇതിൽ വളരെ എന്താ പറയുക ഒരു ഡേഞ്ചറസ് ഏരിയ മാറിയത്. ഇവിടെ ഡേഞ്ചറസ് ഏരിയ മാറിയെന്ന് പറയുന്നത് ഇതിലാർക്കും പോകാൻ വയ്യ, വാഹനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അങ്ങനെയുള്ള വളരെ പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ അന്ന് അതിൻ്റെ ശേഷമാണ് ഇവിടെ ഈ ശല്യം സഹിക്കാൻ വയ്യാണ്ട്, അതായത് ഇവിടുത്തെ ഈ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോഴും നമ്മുടെ ഒരു ആചാര്യൻ എന്നാണ് പറയുന്നത്, തെക്ക് നിന്ന് വന്നിട്ടുള്ളൊരു ആചാര്യൻ, അയാൾ ഈ കുട്ടിച്ചാത്തൻ്റെ സേവ ഉപയോഗിച്ചിട്ട് കരിന്തണ്ടനെ ഇവിടെ ബന്ധിച്ചു എന്ന് പറയുന്നത്, അവിടെ ആ ചങ്ങലമരത്തിൽ. കരിന്തണ്ടന്റെ ശാപം എന്നത് കാലാന്തരങ്ങളായി ചോദ്യം ചെയ്യപ്പെട്ട ഒരു വിശ്വാസമാണെങ്കിൽ കൂടി ഇതിനിരകളായവർ ഒരുപാടുണ്ടെന്ന് ഇവിടെയുള്ളവർ പറയുന്നു. ചങ്ങല മരം വളരുന്നില്ല, മരം വളർന്നു വരികയാണെങ്കിൽ ചങ്ങല ടൈറ്റ് ആവും. ഒരു കമ്പി കെട്ടിക്കഴിഞ്ഞാലും അതിനുള്ളിൽ കയറില്ല. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഈ മരത്തിൽ കിട്ടിയ ചങ്ങലയുണ്ടല്ലോ, ആ ചങ്ങലയുടെ കൊമ്പ് വലിയൊരു കൊമ്പ് ഇവിടം വരെ വരും. അപ്പോൾ ഇതിലൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ തട്ട് വരുന്നു. അതുമാത്രമല്ല, ഇവിടെ രണ്ട് പാലം കണ്ട്, ഈ പാലം പുതിയത് വന്നതാണ്. പഴയൊരു പാലം ഉണ്ടായിരുന്നു, ആ പാലം പൊളിച്ചിട്ടില്ല. അവിടെ പുതിയ പാലം ഉണ്ടാക്കാൻ നേരത്തെ ഇതിൽ അപ്രോച്ച് റോഡ് ഉണ്ടാക്കി വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അന്നിപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ. അന്ന് ഈ വണ്ടിയെല്ലാം വരുമ്പോൾ ഈ മരത്തിൻ്റെ കൊമ്പ് ഇതിന് തട്ടും. അപ്പോൾ അത് തടസ്സമായി കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ കോൺട്രാക്ടർ ഇതിൻ്റെ കൊമ്പ് മുറിപ്പിച്ചു. ഈ കൊമ്പ് അയാൾ പടിഞ്ഞാറത്തറ കാവമെന്നും ഭാഗത്ത് തരണം കോൺട്രാക്ടർ. കൊമ്പ് മുറിപ്പിച്ച് ഒരാഴ്ചക്കുള്ള അയാളെ കയ്യും പോയി. ജീവിച്ചിരിക്കുന്നൊരു സത്യമാണത്. ആ കൈ പോയെന്ന് പറഞ്ഞാൽ ഈ കോൺക്രീറ്റ് മിക്സിംഗ് മെഷീനിൽ ഒന്ന് കുടുങ്ങിയിട്ട് മുറിഞ്ഞു പോയത്. അങ്ങനെയാണ് ആ പരിപാടി ഒഴിവാക്കിയത്. ഇതിലുള്ള അപ്രോച്ച് റോഡ് മാറ്റി, പിന്നെ അങ്ങനെയാണ് ആ കൊമ്പ് മുറിഞ്ഞത്, ആ ചങ്ങലിട്ട കൊമ്പ്. അതുവരെ വലിയ ഫുൾ കൊമ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചങ്ങല ദ്രവിച്ച് നാശമായിട്ടില്ല, 1400 വർഷമായിട്ടും മരം വലുതായിട്ടില്ല, ഉണങ്ങിയിട്ടില്ല. ദൃശ്യമാധ്യമങ്ങളിലെ വിനോദ പരിപാടികൾ ഏറെക്കാലമായി കരിന്തണ്ടന്റെ കഥയും ഇടയ്ക്കിടെ ചർച്ച ചെയ്തു പോകാറുണ്ട്. കാഴ്ചക്കാരായി വന്ന് വയനാടിന്റെ മണ്ണ് കീഴടക്കാൻ ശ്രമിക്കുന്നവരെയും ചൂഷണം ചെയ്യാൻ വരുന്നവരെയും പിന്തിരിപ്പിച്ചയക്കാൻ പേടി ഉണർത്തും വിധം കാരണവന്മാർ കെട്ടിച്ചമച്ച കഥയാണിതെന്നും അത് തലമുറ കൈമാറിപ്പോരുകയാണെന്നും കരിന്തണ്ടൻ ഇത്തരത്തിലൊരു വാമൊഴി കഥാപാത്രം മാത്രമാണെന്നും പറയുന്നവരുണ്ട്. കരിന്തണ്ടൻ ചരിത്രത്തിൽ ഇന്നും ഒരു ചോദ്യമാണ്. സത്യമാണെന്നും മിഥ്യയാണെന്നും വാദിക്കുന്നവർക്ക് അവരുടേതായ തെളിവ് നിരത്താനുമുണ്ട്. കേൾവിക്കാരായി നമുക്ക് ആരുടെ ഭാഗത്തും ചേരാം. കരിന്തണ്ടനെ കുടിയിരുത്തിയ ആൽമരത്തിനും അതിനു ചുറ്റുമുള്ള ഭൂമിക്കും വേണ്ടിയുള്ള തർക്കം കോടതിയിലാണ്. തർക്കങ്ങൾക്കും ചോദ്യങ്ങൾക്കുമിടയിൽ വിസ്മരിക്കപ്പെടുന്നതൊന്നുണ്ട്. കരിന്തണ്ടൻ സത്യമോ മിഥ്യയോ ആകട്ടെ, വയനാടിന്റെ മണ്ണിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ കരിന്തണ്ടന്റെ കഥയ്ക്കുമുണ്ട് ഒരു മുഖ്യ പങ്ക്. സ്വത്തവകാശവും ആരാധനാവകാശവും തമ്മിൽ തർക്കിക്കുമ്പോൾ കാഴ്ചക്കാർക്ക് അറിയാനുള്ളത് കരിന്തണ്ടന്റെ ആൽമരവും ചങ്ങലപ്പൂട്ടും വയനാടിന്റെ മണ്ണിന് അന്യമാകുമോ എന്നതാണ്.